സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയ്ക്ക് ആഭരണ പെട്ടി കൈമാറാൻ തുടങ്ങിയ പത്മിനീനെ തടഞ്ഞുകൊണ്ട് പ്രിയങ്കയുടെ കൈ പിടിച്ച് ബലം പ്രയോഗിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് മുത്തശ്ശി. അന്നേരം പത്മിനിയുടെ കാര്യം തിരക്കുമ്പോൾ പത്മിനി നടന്ന കാര്യങ്ങൾ പറയുവാണ്. ഇവൾക്ക് ഇവളുടെ ആഭരണങ്ങളൊക്കെ തിരികെ വേണമെന്ന്. ഇവളുടെ സാധനങ്ങൾ നമ്മൾ എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നതമ്മേ, അത് കാരണം ഇവൾക്കിത് തിരികെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ജയഭാരതി പ്രിയങ്കയോട് ചോദിക്കണേ, അത് ശരി, അപ്പം നീ ഇങ്ങോട്ട് വന്നപ്പോൾ നീ എടുത്ത ഡ്രസ്സും ആഭരണങ്ങളൊക്കെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്ക് നിനക്കറിയാം അല്ലേ? പക്ഷെ തൽക്കാലം ഈ ആഭരണം നിനക്ക് തരാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എൻ്റെ ആഭരണം കിട്ടിയേ പറ്റൂ. ആഭരണം ഇല്ലാതെ ഞാൻ പോകില്ല. അതേക്കുന്നത് മുത്തശ്ശി വരണേ. അതെ, നീ ആരെ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഈ ജയഭാരതിനെയാണ്. നീയും നിൻ്റെ മുത്തശ്ശിയും ചേർന്ന് ആ CIയുമായിട്ട് കൂട്ടുചേർന്ന് ആലോചിച്ച് ലോക്കിപ്പി കൊണ്ടുപോയിട്ടതല്ലേ എന്നെ. അപ്പം പോലും ഈ ജയഭാരതി തളർന്നിട്ടില്ല. ഒരു കുലക്കോ എനിക്ക് വന്നിട്ടുമില്ല. അപ്പോളാ ഇപ്പം നിൻ്റെ ഒരു ഭീഷണി. പത്മിനി, ഇവൾക്ക് നീ ഇപ്പം ഈ സ്വർണ്ണമെല്ലാം കൊടുത്തു വിട്ടാലുണ്ടല്ലോ, അതിൻ്റെ പുറകെ തന്നെ ഇവളുടെ മുത്തശ്ശി ഇങ്ങോട്ട് കയറി വരും. ഇവൾക്ക് തന്ന സ്വർണ്ണത്തിൻ്റെ കണക്ക് പറയും. അത് തിരികെ വേണമെന്ന് പറഞ്ഞ് അടുത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും? ഇവറ്റകളുടെ സ്വഭാവം നമുക്ക് നല്ലപോലെ അറിയാവത്തല്ലേ. എത്ര അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതേക്കുന്നതും പത്മിനി പറയണേ, ആ അമ്മ പറഞ്ഞ അക്കാര്യം ശരിയാ, ഞാനും അത്രയ്ക്കും അങ്ങോട്ട് ചിന്തിച്ചില്ല. ഇവർ നമ്മുടെ കുടുംബത്തോട് ചെയ്ത ദ്രോഹം അത്ര ചെറുതൊന്നും അല്ലല്ലോ. ഈ സമയം പ്രിയങ്ക പറയണേ, ഞങ്ങൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ വേണമെങ്കിൽ മുത്തശ്ശിയുടെ കാല് പിടിക്കാം. നിനക്കിതുപോലെ കാല് പിടിച്ച് കരയാനും അഭിനയിക്കാനും ഒന്നും ഒരു മടിയില്ലല്ലോ. പക്ഷേ അതൊന്നും ഇനി ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ പോകുന്നില്ലടി. അന്നേരം കൽപ്പന പറയണേ, അല്ല മുത്തശ്ശി, നമ്മളിവൾക്ക് ആഭരണം തിരിച്ചു കൊടുക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് ഫോണിലെടുത്താൽ പോരെ? ഇനി എന്തെങ്കിലും പ്രശ്നം പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തെളിവ് കാണിക്കാമല്ലോ. അതേക്കുന്നത് മുത്തശ്ശി കൽപ്പനയെ നോക്കിയിട്ട് ചോദിക്കണേ, അല്ല നിങ്ങൾ രണ്ടാളെന്തോ ഇവൾക്ക് വക്കാലത്ത് പറയുവാണോ? ഇവളുടെ സൈഡിൽ നിൽക്കുവാണോ രണ്ടും കൂടി? അങ്ങനെയാണെങ്കിൽ ഇവൾക്കൊപ്പം നിങ്ങൾ രണ്ടുപേരെയും കൂടി പിടിച്ച് പുറത്താക്കും. എന്താ ചെയ്യിക്കണോ എന്നെ കൊണ്ടതും? അന്നേരം കൽപ്പന ഉർവശിയും ഇടയ്ക്ക് മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ജയഭാരതി പറയണേ, അതെ, നീ ഇനി ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞങ്ങൾ ഈ സ്വർണ്ണമേ നിനക്ക് തരാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യ്, എന്തൊക്കെയാണെങ്കിലും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ച് ചതിയിലൂടെ ആണെങ്കിലും നീ ഇങ്ങോട്ട് ഭാര്യയായിട്ട് വന്നപ്പോൾ നിൻ്റെ കൂടെ ഒരു അച്ഛനും അമ്മയും ഉണ്ടായല്ലോ. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് നിൻ്റെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുപോവാ. അവർ വന്ന് ഞങ്ങളോട് സംസാരിക്കട്ടെ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആഭരണം തിരിച്ചു തരുന്നതിനെ പറ്റി ആലോചിക്കാം. അല്ലാതെ നിനക്ക് ഈ ആഭരണങ്ങൾ കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഇനി എന്ത് കാണാൻ നിൽക്കുക? ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. അന്നേരം പ്രിയങ്ക പറയണേ, ഇല്ല, ഞാൻ എങ്ങോട്ടും പോയില്ല. എനിക്ക് എൻ്റെ ആഭരണങ്ങൾ തിരികെ തന്നേ പറ്റുള്ളൂ. ആഭരണങ്ങളും കൊണ്ടല്ലാതെ പ്രിയങ്ക ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എടി, നിന്നോടല്ലേ ഇറങ്ങി പോകാൻ പറഞ്ഞത്? നിങ്ങൾ രണ്ടാളും എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പിടിച്ച് ഇവളെ ഗേറ്റിന് പുറത്താക്ക്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പറയുകയല്ല. അന്നേരം കൽപ്പന ഉർവശിയും അത് മൈൻഡാക്കാതെ നിൽക്കുവാണ്. അതുകൊണ്ട് ജയഭാരതി മുത്തശ്ശി പറയണേ, നിങ്ങളെന്താ പറഞ്ഞത് കേട്ടില്ലേ? അതോ ഇവൾക്കൊപ്പം നിങ്ങളെയും കൂടി ഞാനിവിടെ നിന്ന് പുറത്താക്കണോ? വേണ്ട വേണ്ട എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പ്രിയങ്കയുടെ കൈ പിടിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാം. വാ പ്രിയങ്ക, ഇറങ്ങി പൊക്കോണം ഇപ്പം തന്നെ. അന്നേരം പ്രിയങ്ക അവരുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് വീണ്ടും മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലണേ, എനിക്കെൻ്റെ സ്വർണം കിട്ടിയേ പോകുള്ളൂ. ഞാനിതിൻ്റെ പുറത്തെ സത്യാഗ്രഹമായിരിക്കും. സ്വർണം കിട്ടാതെ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പ്രിയങ്ക, നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് കൽപ്പനയും ഉർവശിയും കൂടി പ്രിയങ്കേനെ ഗേറ്റിൻ്റെ പുറത്തേക്ക് ആക്കുവാണ്. ഈ സമയം പത്മിനി ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, അവളിനി പുറത്തിരുന്ന് പ്രശ്നം ഉണ്ടാക്കുമോ? അവളിനി ആ ഗേറ്റിൻ്റെ അവിടെ ഇരുന്ന് എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? അന്നേരം മുത്തശ്വരനെ, അവൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. എന്താണെങ്കിലും കണിമംഗലത്തെ കാര്യം മുഴുവൻ നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നാണം കിടാനൊന്നുമില്ല. അതുകൊണ്ട് ഇനി വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. പത്മിനി, നീ അകത്തേക്ക് വാ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി അകത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്കയാണെങ്കിൽ ഗേറ്റിന് പുറത്ത് ദേഷ്യത്തിലിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആരതി വർമ്മ ഉണ്ണികൃഷ്ണൻ വക്കീലുമായിട്ട് സംസാരിക്കുന്നതാണ്. ആരതി അങ്ങനെ ഏതൊരു കേസിൻ്റെ കാര്യമുണ്ടോ വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, സത്യം പറഞ്ഞാൽ അതൊരു കുടുംബപരമായ തരത്തിലുള്ള പ്രശ്നമാണ്. എനിക്ക് ആ കേസ് എടുക്കാൻ മറ്റു ചില തിരക്കുകളും മറ്റു ചില കേസിൻ്റെ വാദമൊക്കെ ഉള്ള കാരണോ ഞാനത് എടുക്കാഞ്ഞത്. ഞാൻ തന്നെ ഇയാളുടെ പേര് റെക്കമെൻഡ് ചെയ്തത്. എനിക്കറിയാം മാഡം, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആരതി വർമ്മയുടെ റെക്കമെൻഡേഷനിൽ ഒരു കേസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രസ്റ്റീജിയസ് കേസായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ അവർ ആ കേസിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും സുകുമാരി പുറത്തു നിൽക്കുന്ന വക്കീലിൻ്റെ അസിസ്റ്റൻറ്റിനോട് വക്കീലെത്തിയോ എന്ന് ചോദിക്കുന്നത്. അദ്ദേഹം എത്തിയിട്ടുണ്ട്, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അസിസ്റ്റൻ്റ് അകത്തേക്ക് കയറി വരിക. സാറിനെ കാണാനായിട്ട് ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വരാം. ആരതി, 1 മിനിറ്റ് എന്നും പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോകുക. ഈ സമയം ആരതി അവിടെ നിന്ന് മാറി അലമാരിൻ്റെ അവിടെ പോയി മറിഞ്ഞു നിൽക്കുന്നുണ്ട്. അന്നേരം വക്കീൽ സുകുമാരിനെയും കൂട്ടി അകത്തേക്ക് വരുവാണ്. ഇരിക്കും നിങ്ങൾ. അന്നേരം സുകുമാരി ചെറിയൊരു തുക അഡ്വാൻസായിട്ട് കമ്മൽ വിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വക്കീലിനെ ഏൽപ്പിക്കുക. വക്കീലെ, ഈ തുക അഡ്വാൻസായി സ്വീകരിച്ചിട്ട് എത്രയും പെട്ടെന്ന് കേസിൻ്റെ കാര്യങ്ങൾ തുടങ്ങി വെക്കണം. അന്നേരം വക്കീൽ പറയണേ, അല്ല സുകുമാരി, ഞാൻ നിങ്ങളോട് ഇത്രയും പണമല്ലല്ലോ ആവശ്യപ്പെട്ടത്. ഞാൻ ചോദിച്ചത് ഇതുവരെ കിട്ടിയില്ല.
സാറേ പണം ഉടനെ തന്നെ സംഘടിപ്പിക്കും. അതിനുവേണ്ടി പ്രിയങ്കമോൾ പോയിട്ടുണ്ട്. കളിമംഗലത്തെ അവളുടെ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട്. അത് അവൾ മിക്കവാറും ഇന്ന് തന്നെ മേടിച്ചുകൊണ്ട് വരും. അത് വിറ്റിരുന്ന പണം മുഴുവൻ ഞങ്ങൾ സാറിന് തരാം. എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് രാധികയെ എന്നേക്കുമായിട്ട് പുറത്താക്കണം. എന്നിട്ട് എൻ്റെ പ്രിയങ്കമോളെ വരുണിൻ്റെ ഭാര്യയാക്കണം. അതൊക്കെ നമുക്ക് ചെയ്യാമെന്നേ. ആദ്യം നിങ്ങൾ പറഞ്ഞ കാശ് കൊണ്ടുവരും. നമുക്ക് വേണ്ട പോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. ശരി സാറേ, മിക്കവാറും ഇന്ന് തന്നെ ഞങ്ങളുടെ കയ്യിൽ കാശ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ വന്ന് കാശ് തരാം. നിങ്ങൾ കാശിൻ്റെ കാര്യം മാത്രം ഏർപ്പാടാക്കിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഓക്കെ ആക്കാമെന്നേ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. ശരി സാറേ. അങ്ങനെ പറഞ്ഞ സുകുമാരി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അന്നേരം ആരതി അങ്ങോട്ടേക്ക് വരുവാം. ഈ സമയം ഉണ്ണികൃഷ്ണൻ പറഞ്ഞേ, അതെ ഒരു കേസിൻ്റെ കാര്യമായിരുന്നു. എനിക്കറിയാലോ വക്കീലന്മാരുടെ കാര്യമൊക്കെയും തിരക്കുകളും മറ്റുമൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ കേസിൻ്റെ കാര്യം, അതിൻ്റെ ഫീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല കേട്ടോ. അപ്പോൾ ശരി. അങ്ങനെ പറഞ്ഞ് ആരതി പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ആരതി രാധികയുടെ ഫോണിലാണ് കണ്ടു വിളിക്കുന്നത്. ഈ സമയം രാധിക വരണം കാറിൽ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ രാധിക പറഞ്ഞേ, ആരതി ചേച്ചിയാണല്ലോ അവരും വിളിക്കുന്നത് എന്നും പറഞ്ഞ് ആരതിയുടെ കോൾ അറ്റൻഡ് ചെയ്യുക. ചേച്ചി പറ. രാധികെ, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ കോടതി പരിസരത്തുണ്ട്. അവിടെ വെച്ച് സുകുമാരി അമ്മയെ കണ്ടിരുന്നു. അവർ കോടതിയിൽ വന്നിരിക്കുക ഉണ്ണികൃഷ്ണൻ വക്കീലിനെ കാണാനായിട്ടും. അവർ രാധികയ്ക്കും വരുണിനുമെതിരെ കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ തുക അഡ്വാൻസ് ആയിട്ടും കൊടുത്തു. അയാളെ പൈസക്ക് ഒരാർത്തിയുള്ള ആളാണ്. ബാക്കി പണം സംഘടിപ്പിക്കാനായിട്ട് പ്രിയങ്ക കണ്ടെത്തിയിരിക്കുന്ന മാർഗം കണിമംഗലത്തുള്ള അവളുടെ സ്വർണ്ണം എടുത്ത് വിൽക്കല. രാധികയെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും പ്രിയങ്കയുടെ കയ്യിൽ ആ സ്വർണം കിട്ടാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും തടയണം. ആ സ്വർണം ഒരിക്കലും അവൾക്ക് കൊടുക്കരുത്. അത് കൊടുക്കാതിരുന്ന അവൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. കേസിന് പോകുമായിരിക്കും. അത് നമുക്ക് അപ്പം നോക്കാം. രാധികക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായി ചേച്ചി. ഞാൻ ആ കാര്യം വേണ്ട പോലെ തന്നെ കൈകാര്യം ചെയ്തോളാം. എന്നാൽ ശരി. അങ്ങനെ അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുവാണ്ട് രാധിക. അന്നേരം വരുൺ എന്താ കാര്യം എന്ന് ചോദിക്കുക. ഈ സമയത്തായിരിക്കോട്ടെ വരുണിൻ്റെ ഫോണിലേക്ക് മുത്തശ്ശി വിളിക്കുന്നത്. അങ്ങനെ വരുൺ കോളറ്റിൻ്റെയാ. പറ മുത്തശ്ശി. എടാ മോനെ, ഇവിടെ ഇല്ലേ ആ പ്രിയങ്ക വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുക. അവളെന്തിനാ അങ്ങോട്ട് വീണ്ടും വന്നത്? അത് പിന്നെ അവൾക്കിപ്പോൾ അവളുടെ സ്വർണം തിരികെ വേണം പോലും. ഞങ്ങളത് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അതിൻ്റെ പേരിൽ അവളത് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നീ എന്താണെങ്കിലും എത്ര വേഗങ്ങുവാ. ഞാൻ ഉടനെ വരാൻ മുത്തശ്ശി. ഈ സമയം വരുൺ പറയണേ, എടോ ആ പ്രിയങ്ക വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുവാണെന്ന്. അവൾക്ക് അവളുടെ സ്വർണം വേണം പോലും. അതിൻ്റെ പേരിൽ അവൾ ഗേറ്റിൻ്റെ അവിടെ ഇരുന്ന് വല്ലാത്ത ബഹളം എന്നാ മുത്തശ്ശി പറഞ്ഞത്. വരുൺ, നമുക്ക് എത്രയും വേഗം കണിമംഗലത്തേക്ക് പോകണം. എനിക്കറിയാം അവൾക്കിപ്പോൾ സ്വർണം കൊണ്ട് എന്ത് ആവശ്യമൊന്നും. വേഗം വണ്ടി വിട് വരണം അങ്ങോട്ട് എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ചിരിക്കുവാണ്ടോ രാധിക. ഇതേസമയം പ്രിയങ്കയാണെങ്കിൽ ഗേറ്റിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുമായിരിക്കുമല്ലോ. അങ്ങനെ പ്രിയങ്ക രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറുവാണ്. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന പ്രിയങ്കയെ കാണുന്നത് മുത്തശ്ശി ചോദിക്കണേ, നീ എന്തിനാണ് അകത്തേക്ക് കയറി വന്നത്? നിന്നോട് ഈ വീടിൻ്റെ പടി പോലും ചവിട്ടരുതെന്നല്ലേ പറഞ്ഞത്? അന്നേരം പ്രിയങ്ക പറയണേ, എനിക്കെൻ്റെ സ്വർണം വേണം. സ്വർണം കിട്ടാതെ ഞാൻ പോകില്ല. അതിന് ആരെയൊക്കെ കൊന്നിട്ടാണെങ്കിലും ശരി, ഞാൻ എൻ്റെ സ്വർണം കൊണ്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ. നീ അത്രക്കായല്ലേ? പത്മിനി, നീ സ്വർണ്ണം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി വെക്കും. അങ്ങനെ പത്മിനി ആ സ്വർണ്ണവുമായിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും കേട്ടോ. ഈ സമയം പ്രിയങ്ക വന്ന് സ്വർണ്ണത്തിൻ്റെ ആ ബോക്സിൽ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുക. മര്യാദക്ക് വിട്, എനിക്കെൻ്റെ സ്വർണം താ എന്നൊക്കെ പറഞ്ഞ് ആ ബോക്സിൽ പിടിച്ച് വലിക്കുവാണ്. അന്നേരം മുത്തശ്ശി വരണേ, നിങ്ങൾ രണ്ടാളും എന്ത് കാണാൻ നിൽക്കുക? അവളുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കുക. അങ്ങനെ കൽപ്പനയും ഉർവശിയും കൂടി ആ ബോക്സ് പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുവാണ്. ഈ സമയം പത്മിനിയുടെ കയ്യിലൊക്കെ കടിച്ചിട്ട് പ്രിയങ്ക ആ സ്വർണവുമായിട്ട് അവിടെ നിന്ന് കടക്കാൻ ശ്രമിക്കുമായിരിക്കും. അന്നേരം മുത്തശ്ശിയും തടയാൻ വരുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയുടെ കൈയും തട്ടി മാറ്റി പ്രിയങ്ക പോകാൻ നേരം പെട്ടെന്ന് അവിടെ തട്ടി വീഴുവാണ് കേട്ടോ. അങ്ങനെ ബോക്സൊക്കെ തുറന്ന് സ്വർണം പുറത്തേക്ക് പോകുമ്പോൾ അതെല്ലാം വാരി വീണ്ടും ആ ബോക്സിലേക്ക് ഇട്ടിട്ട് പ്രിയങ്ക വേഗം തന്നെ അതും എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഓടുവാണ്. അങ്ങനെ ഓടുന്ന പ്രിയങ്ക നേരെ ചെന്നുപെടുന്നത് വരുണിൻ്റെ രാധികയുടെ മുമ്പിലേക്കായിരിക്കും കേട്ടോ. കാറിൽ അവരവിടെ എത്തുന്നുണ്ടാകും. ഈ സമയം ഡോറ് തുറന്ന് രാധിക ദേഷ്യത്തിൽ പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്ന് പ്രിയങ്കയുടെ കരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ്. അങ്ങനെ അടികൊണ്ട് പ്രിയങ്ക താഴത്തേക്ക് വീഴുവാണ്. അക്കാഴ്ച കണ്ട് ഞെട്ടിലോട് കൂടി നോക്കി നിൽക്കുവാണ് കേട്ടോ കൽപ്പനയും ഉർവശിയൊക്കെ. അത് കണ്ട് സന്തോഷത്തോടെ വരുണും മുത്തശ്ശിയും പത്മിനിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയം പ്രിയങ്കനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് രാധിക പറയണേ, എടി നീ ഇപ്പോൾ എന്തിനാ ഈ സ്വർണ്ണം ആവശ്യപ്പെട്ട് ഇവിടെ വന്നതെന്നുള്ള കാര്യമല്ല എനിക്ക് മനസ്സിലായടി. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനിവിടെ വന്നിരിക്കുന്നത്. നിനക്ക് എന്നെയും വരുണ്യം കോടതി കയറ്റണം അല്ലേ? ഞങ്ങൾക്കെതിരെ നിനക്ക് കേസ് കൊടുക്കണം അല്ലേടി? അങ്ങനെ പറഞ്ഞ് വീണ്ടും പ്രിയങ്കയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ്. എന്നിട്ട് പറയണേ, നിനക്ക് ഈ സ്വർണ്ണം ഇവിടെ നിന്ന് തരാൻ പോകുന്നില്ലടി. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ ഞാനിവിടുന്ന് നിനക്ക് തന്ന ഈ സമ്മാനത്തെക്കുറിച്ചുണ്ടല്ലോ, നീ നിൻ്റെ മുത്തശ്ശിയോട് ചെന്ന് പറയണം ഇത് മുത്തശ്ശിക്കുള്ള സമ്മാനമാണെന്ന്. അവരുടെ മുഖത്ത് നോക്കി തന്നെ നീ പറയണം. നിന്നോട് ഞാൻ മുമ്പ് കുറേ കാരണം കാണിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും രാധികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇനി നിന്നെ നിൻ്റെ മുത്തശ്ശിനെയും കണിമംഗലത്തിൻ്റെ മുറ്റത്ത് പോലും കണ്ടുപോകരുത്. ഇറങ്ങിപ്പോ. നിന്നോട് എല്ലടി പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ.
അങ്ങനെ പ്രിയങ്ക നാണം കെട്ട് തലയും താഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങുവാണ്ടോ. ഈ സമയം വരുൺ പ്രിയങ്കയുടെ മുഖത്ത് നോക്കി ചിരിച്ച് കളിയാക്കിക്കൊണ്ട് അകത്തേക്ക് കയറി രാധികയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം വരുൺ രാധികയെ ചേർത്ത് പിടിക്കുവാണ്. അന്നേരം രാധിക പറയണേ, സഹി കെട്ടിട്ടാ, ഇനിയും ഇതൊന്നും കണ്ട് സഹിച്ച് നിൽക്കാനായിട്ട് ഈ രാധികയെ കൊണ്ടാവില്ല. എനിക്ക് ജീവിക്കണം, എൻ്റെ വരുണിൻ്റെ ഇപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അങ്ങനെ പറഞ്ഞ് രാധിക വരുണിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുവാണ്. ഈ സമയം വരുണാണെങ്കിൽ രാധികയെ ചേർത്ത് പിടിക്കുവാണ്ടോ. അതൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് മുത്തശ്ശിയും പത്മിനിയും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ നടന്ന കാര്യങ്ങളും സുകുമാരിയുടെയും പ്രിയങ്കയുടെയും പുതിയ നീക്കത്തെക്കുറിച്ചൊക്കെ ആരതി ശ്യാമയോടും അമൃതയോടും ഒക്കെ പറയുവാണ് കേട്ടോ. അതെല്ലാം കേട്ട് ശ്യാമ വല്ലാത്ത ടെൻഷനിലാണ്. എന്തൊക്കെയാണ് കേൾക്കുന്നത്? അവരുടെ കുഞ്ഞിന് ഒരു കാലത്ത് സ്വസ്ഥത കൊടുക്കാൻ പോകുന്നില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുവാണല്ലോ മോളെ. അന്നേരം ആരതി പറയണേ, സുകുമാരി അമ്മ ചെന്ന് കണ്ട വക്കീല പ്രശ്നം ഉണ്ണികൃഷ്ണൻ. അയാളെ പൈസക്കൊരാർത്തിക്കാരനാണ്. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഇല്ല. പൈസ കിട്ടിയാൽ അയാൾ എന്തു ചെയ്യും? പിന്നെ ഇങ്ങനൊരു കേസ് കോടതിയിലെത്തിയ അത് ശരിക്കും രാധികക്കും വരുണിനെയും പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. സത്യം പറഞ്ഞാൽ നിയമപരമായിട്ട് വരുൺ താലികെട്ടിയുടെ പ്രിയങ്കയുടെ കഴുത്തിലാണല്ലോ. അതിനുള്ള തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല വരുണിൻ്റെ ഭാര്യയെ പ്രിയങ്ക കുറേ കാലം അവിടെ വരുണിൻ്റെ ഒപ്പം താമസിച്ചിട്ടുള്ളതാണ്. അവർ തമ്മിൽ ഭാര്യ ഭർത്തൃബന്ധം നടന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അവർക്ക് പ്രിയങ്ക വരുണിൻ്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അന്നേരം അതെല്ലാം കിട്ടി ശ്യാമ ടെൻഷനാക്കണേ. മോളെ, നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കല്ലേ. അന്നേരം ആരതി പറയണേ, ഞാൻ പേടിപ്പിച്ചതല്ല, ഇതിൻ്റെ പിന്നിലുള്ള ചില സത്യങ്ങൾ പറഞ്ഞതാണ്. അവർ കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം. അതിലുള്ള ചില കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ. പ്രിയങ്ക ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത് യഥാർത്ഥത്തിൽ അവൾ ഗർഭിണിയല്ലായിരുന്നല്ലോ. അതുപോലെ അവൾ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ചത് അത് നമ്മൾ പൊളിച്ചടക്കിയ കാര്യമല്ലേ. അതൊക്കെ നമുക്ക് അവൾക്കെതിരെ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ കോടതിയിൽ ഇതത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. എന്താണെങ്കിലും പ്രിയങ്കേനെയും അവളുടെ മുത്തശ്ശീനെയും പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിനെ മറികടക്കാനുള്ള സംഭവങ്ങൾ നമ്മളും തയ്യാറാക്കി വെക്കണം. അന്നേരം അമൃത പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അതെല്ലാം മോള് തന്നെ നോക്കണം. അന്നേരം ആരതി പറയണേ, ഞാനതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറിയിട്ടില്ലല്ലോ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. ചെറിയമ്മ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? ഒരു കാര്യം ഉറപ്പാം, ചെറിയമ്മ ദൈവത്തെ വിശ്വസിക്കുന്നില്ലേ? ആ ദൈവം തന്നെ കൂട്ടിച്ചേർത്ത ബന്ധമാണ് വരുണിൻ്റെ രാധികയുടെ. അത് തന്നെയായിരിക്കും നിലനിൽക്കാൻ പോകുന്നത്. ആര് വിചാരിച്ചാലും അതങ്ങനെ തകർത്ത് കളയാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളെല്ലാവരും അവർക്കൊപ്പം ഉണ്ടല്ലോ. ചെറിയമ്മയുടെ പ്രാർത്ഥനയും രാധികയുടെ ഒപ്പം ഇല്ലേ? നിങ്ങൾ രണ്ടുപേരെ സംരക്ഷിക്കുന്ന ഭഗവാൻ തന്നെ നമുക്കൊരു മാർഗം തെളിയിച്ചു തരും. നമ്മൾ ഈ കേസ് ജയിക്കും ചെറിയമ്മേ, ധൈര്യമായിട്ടിരിക്കേ എന്നും പറഞ്ഞ് ആരതി ശ്യാമക്ക് ധൈര്യം കൊടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക തിരിച്ചു വന്ന് നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയണേ കേട്ടോ. അതൊക്കെ കേട്ട് സുകുമാരി പറയണേ, പ്രിയങ്കെ നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ എത്ര പ്രതീക്ഷയിലാണെന്നറിയോ? നീ ആ സ്വർണ്ണം കൊണ്ടേ വരുവുള്ളെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. ആ വക്കീലിനോടാണെങ്കിൽ കാശ് കൊടുക്കാനുള്ള ഡേറ്റും പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല മുത്തശ്ശി, എങ്ങനെ കാശുണ്ടാക്കാനാ? ആകെ അറിയാവുന്ന പണി സിനിമയിൽ അഭിനയിക്കുകയാണ്. പക്ഷെ കുറേ നാളായിട്ട് ഇപ്പോൾ ആ ഫീൽഡിലില്ലാത്ത കാരണം എനിക്കങ്ങനെ ആരെയും പരിചയമില്ല. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മോളെ, നീ ഇങ്ങനെ തളരല്ലേ. നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുമ്പിൽ വരുമ്പോൾ തളരാൻ പാടില്ല. ഇങ്ങനെ തളരാതിരിക്കും മുത്തശ്ശി. നമ്മുടെ മുമ്പിലുള്ള ഓരോ വാതിലായിട്ട് അടയുവാണല്ലോ. നീ ധൈര്യമായിട്ടിരിക്കുക. ആരൊക്കെ നമ്മൾക്കെതിരെ മുഖം തിരിച്ചാലും നമ്മുടെ മുമ്പിലുള്ള വാതിൽ അടക്കാൻ ശ്രമിച്ചാലും നമ്മൾ പതറിപ്പോകാൻ പാടില്ല. നോക്കിക്കോ, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്നെ ഞാൻ കണിമംഗലത്തിൻ്റെ മരുമകളാക്കിയിരിക്കും. വരുണിൻ്റെ ഭാര്യയായിട്ട് കണിമംഗലത്ത് നീ തന്നെ ജീവിക്കും. നീ ആ ജീവിത സ്വപ്നം കണ്ടോ? അതെത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഈ മുത്തശ്ശി നിനക്ക് നേടി തന്നിരിക്കും മോളെ. മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്ടോ പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് രാത്രി ഉറങ്ങിക്കിടക്കുന്ന ശ്യാമേനെയാണ് കാണിക്കുന്നത്. ഈ സമയം ശ്യാമ പണ്ട് തൻ്റെ പ്രസവം നടന്നതും അങ്ങനെ പ്രസവം നടന്ന രാത്രിയിൽ കുഞ്ഞിനെയും കൊണ്ടുപോയ അഖിൽ സാറിനെയും അതിനുശേഷം ഐശ്വര്യയുടെ ആളുകൾ അഖിലിനെ വന്ന് കുത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. അതെല്ലാം ഓർത്ത് ശ്യാമ വല്ലാതെ അസ്വസ്ഥയാകുന്ന ഒരു സീനൊക്കെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ആ സീനൊക്കെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് കേട്ടോ. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്